950 കുടുംബമുണ്ട് ഇപ്പോൾ. അൽഹംദുലില്ലാ 2000 ചില്ലാനും കുടുംബത്തിന് കല്യാണം കഴിഞ്ഞാൽ 10 ദിവസം കടവില്ല, ഒരു വിഷമവുമില്ല, ഒരു ബുദ്ധിമുട്ടാ തന്നില്ല. നിങ്ങളെ ദേവർഷോലൊക്കെ ഒരു പണിയില്ലായിട്ട് കുട്ടികളെ കെട്ടിച്ചടക്കാൻ എന്നിട്ട് കരുതരുതട്ടാ. നമ്മൾ വന്നു നോക്കാണ് പാടന്താണ് മറിച്ച് ഞാനും ചെറിയ ദർശനാണ്. കുറേ കുട്ടികളവിടെ വളരുന്നുണ്ട്, പാവങ്ങൾ, കുറേ സാധുക്കളെ 10-15 ലക്ഷം റുപ്യ അവിടെയും വേണം. നിങ്ങളൊട്ട് വരൂല്ല, അതൊരു ഉണങ്ങിയ സ്ഥാപനം വെച്ചിട്ട് ആരോട്ട് വരൂല്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ ഇടയിൽ പച്ച പാവങ്ങളാണ്, അതിൻ്റെ ഇടയിലാണ് ഈ കല്യാണ വിഷയമായിട്ട് നടക്കുന്നത്. പച്ച പാവങ്ങളാണ്. എന്താ ഇപ്പം ചെയ്യുക? നമ്മൾ മുടക്കിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞ കൊല്ലം കണ്ടവരും വന്നവരൊക്കെ ഉണ്ട്. ഒരു ഉമ്മ 800ന്റെ പുറത്തെത്തിയപ്പോൾ ഒരു ഉമ്മയെ ഒരു കുഞ്ഞിൻ്റെ കാര്യം കൂടെ വന്ന് മോൾക്ക് കല്യാണം പുതിയാപ്പറിയ സന്തോഷത്തിലാണ് ഉമ്മ. നമ്മളെ ബേജാറിപ്പിഞ്ഞ് അതിന് വഴി ഉണ്ടാക്കണ്ടേ എന്നുള്ളതാണ്. അപ്പം നമുക്ക് അടുത്ത കൊല്ലം നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ പറഞ്ഞൊരു പദം, ഒരു കല്ല് പോലെ ഒരു ഉമ്മ, ഒരു പാറക്കല്ല് പോലെ നിന്നിട്ടെ. കാരണേ മക്കള് കരകയില്ലെങ്കിൽ നമുക്കൊരു പെങ്ങളുണ്ടായോക്കട്ടെ, 19 വയസ്സായ പെങ്ങള്, നമ്മൾ പെണ്ണെട്ടി അടക്കുക, അവർക്കൊരു ജീവിതത്തിലെ അപ്പം കാണതിൻ്റെ വിഷമം എത്രയാണ്. അപ്പം ഈ ഉമ്മ പറഞ്ഞൊരു പദമുണ്ട്, എൻ്റെ 2 കിടിനി വെച്ചിട്ടെങ്കിലും കിടിനി വിൽക്കാൻ പറ്റില്ല. അയാൾ ആ ഉമ്മാൻ്റെ ശൈലിയാണ്, എൻ്റെ കിടിനി വെച്ചിട്ട് എൻ്റെ കുട്ടിനെ കെട്ടിക്കാൻ പറ്റുമോ? എന്താണ് ഈ ഉമ്മത്തിലെ പാവങ്ങളല്ലേ? അൽഹംദുലില്ലാ 10,000-2000 കുടുംബത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വിഷമമുള്ള തന്നില്ലല്ല. ഈ പാവങ്ങളെ ദുആ